പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022-23 സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ മുൻ വർഷങ്ങളിൽ ഈ സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് അപ്ലിക്കേഷൻ ഇപ്പോൾ റിന്യൂ ചെയ്ത് നൽകാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ വർഷം പ്രധാനപ്പെട്ട 2-3 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും, എത്ര തുകയാണ് ലഭിക്കുക, എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് നിങ്ങൾ കൈവശം കരുതേണ്ടത്, ഇതുപോലെ മറ്റ് സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ടും പ്രധാനമായും കേരള സർക്കാർ നൽകുന്ന പല സ്കോളർഷിപ്പുകളുടെയും അപ്ലിക്കേഷൻ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനും ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകുന്നതാണ്. എല്ലാ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഈ ഒരു സ്കോളർഷിപ്പിന് 31/10/2022 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻസുകളെല്ലാം നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നൽകേണ്ട അവസാന ഡേറ്റ് 15/11/2022 ആണ്. 2021-22 വർഷം, അതായത് ഈ വർഷം +2 പാസ്സായി 80% മാർക്ക് വാങ്ങിയ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 20% വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. പക്ഷേ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തവർ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ സ്കോറും ഈ ഒരു വർഷം പാസ്സായ വിദ്യാർത്ഥികൾക്കും മാത്രമേ ഈ ഒരു വെബ്സൈറ്റിൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണിക്കുകയുള്ളൂ. കേരള ഹയർ സെക്കൻഡറി, VHSE, CBSE, ICSE എന്നീ സ്ട്രീമുകളിലെല്ലാം പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽ വരുന്ന ഡിഗ്രി കോഴ്സുകളും ആകാവുന്നതാണ്. സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുള്ള ഡിഗ്രി കോഴ്സുകൾ, അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, നഴ്സിംഗ് കോഴ്സുകളിലെല്ലാം പഠിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ OBC, SC, ST വിഭാഗത്തിൽ വരുന്നവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ കുടുംബ വാർഷിക വരുമാനത്തിൽ പരിധിയുണ്ട്. 4.5 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വർഷം വരെ ഇത് 8 ലക്ഷം രൂപ വരെയായിരുന്നു. അതേസമയം ഈ വർഷം ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുകയിൽ വർധനവ് വന്നിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഓരോ വർഷവും 12,000 രൂപ വീതം ലഭിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ തുടർന്ന് PGക്ക് പഠിക്കുകയാണെങ്കിൽ ഓരോ വർഷവും 20,000 രൂപയും ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഈ വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ നിർബന്ധമായും അടുത്ത വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ മിനിമം 50% മാർക്കോട് കൂടിയെങ്കിലും ആനുവൽ എക്സാമിൽ പാസ്സായിരിക്കുകയും വേണം. ഇനി ഈ വർഷം പുതിയതായി അപ്ലൈ ചെയ്യുന്നവർക്കും മറ്റും അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകളും മറ്റും എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം. 1. വിദ്യാർത്ഥിയുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. കൂടാതെ IFSC കോഡുള്ള ബാങ്ക് അക്കൗണ്ടുമായിരിക്കണം. അതുപോലെ ആധാർ നമ്പർ വേണം, മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. കൂടാതെ 4.5 ലക്ഷത്തിൽ താഴെയാണ് കുടുംബ വാർഷിക വരുമാന പരിധി എന്ന് തെളിയിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. +2 മാർക്ക് ലിസ്റ്റ് കോപ്പി വേണം. SSLC മാർക്ക് ലിസ്റ്റ് കോപ്പി വേണം. SSLC നിങ്ങൾ കേരളീയനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നാറ്റിവിറ്റി അല്ലെങ്കിൽ ഡൊമിസിലി സർട്ടിഫിക്കറ്റും മതിയാകുന്നതാണ്. അതുപോലെ SC, ST, OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ ആണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. പിന്നെ പ്രധാനമായിട്ടും വേണ്ട മറ്റൊന്ന് ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപേക്ഷയുടെ അവസാന ഘട്ടം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകി അതിൻ്റെ മുകളിൽ പ്രിൻസിപ്പാളിൻ്റെ സൈനും സീലും വന്നതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അങ്ങനെ അത് അപ്ലോഡ് ചെയ്ത് നൽകിയതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ നിങ്ങൾ നടത്തേണ്ടത്. ഈ ഒരു ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. മറ്റുള്ള രേഖകളൊന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാതെ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയാലും ആപ്ലിക്കേഷൻ കോളേജുകാർ സ്വീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും കൂടെ ഇവിടെ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസുകളും ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നൽകേണ്ടതാണ്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് നൽകാവുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് 15/11/2022. വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.